രേഷ്മ കൂടി ചേരുന്നു. രേഷ്മ ഹോസ്പിറ്റലിൽ എത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രേഷ്മ, സാധാരണ ഈ അതിജീവിതകളെ പോലീസ് പ്രത്യേകമായിട്ട് നിരീക്ഷിക്കാറുണ്ട്. മാത്രമല്ല മോണിറ്ററിംഗ് സമിതികളും ഉണ്ട്, നിരീക്ഷണ സമിതികൾ കൂടിയുണ്ട്. പക്ഷെ അതൊന്നും ഈ കുട്ടിയുടെ കാര്യത്തിൽ ഉണ്ടായില്ല. 3 വർഷം മുമ്പ് ഈ കുട്ടി പീഡിപ്പിക്കപ്പെടുന്നു. പിന്നീട് കഞ്ചാവ് കേസിൽ പ്രതിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനുമായി അടുപ്പത്തിൽ ആവുന്നു. അയാളാണ് ഈ കൊലപാതകത്തിന് ഉത്തരവാദി. പക്ഷേ പോലീസ് ഇതൊന്നും അറിയുന്നില്ല. ആ ഒരു നിരീക്ഷണം കൃത്യമായിട്ടുണ്ടാകാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണല്ലോ അല്ലേ ഇത്തരത്തിലൊരു കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. രേഷ്മ, നിലവിൽ പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. നേരത്തെ വധശ്രമം അടക്കമുള്ള വകുപ്പുകളായിരുന്നു ചുമത്തിയത്. പക്ഷേ നിലവിൽ അതിജീവിതം മരിച്ചൊരു സാഹചര്യത്തിൽ കൊലക്കുറ്റം വകുപ്പും ചുമത്തും. എന്തായാലും നേരത്തെ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരു വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ അനൂപിനെതിരെ നാട്ടുകാർ തന്നെ നേരത്തെ ഒരു പരാതി പോലീസിൽ നൽകിയതാണ്. അതായത് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വരുന്ന സമയത്ത് ബൈക്ക് വഴിയിൽ വെച്ചതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉടലെടുത്തിരുന്നു. മാത്രമല്ല നിരന്തരം അനൂപ് ഈ വീട്ടിലെത്തിയിരുന്നു. മറ്റു സുഹൃത്തുക്കളും അതേ വീട്ടിലെത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ രേഖാമൂലം തന്നെ നൽകിയെങ്കിലും യാതൊരു തരത്തിലുമുള്ള ഒരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു മേൽനോട്ടമോ അല്ലെങ്കിൽ ഒരു നിരീക്ഷണമോ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം അല്ലെങ്കിൽ ഒരു അതിക്രമം ഈ പെൺകുട്ടിക്ക് നേരെ, അതും പോക്സോ കേസിലെ ഇരയായിട്ടുള്ള പെൺകുട്ടിക്ക് നേരെ ഉണ്ടാകുമായിരുന്നില്ല. എന്തായാലും വലിയ രീതിയിലുള്ള അതിക്രൂരമായിട്ടുള്ള ആക്രമണവും മർദ്ദനവുമാണ് പെൺകുട്ടി നേരിട്ടത്. തല ഭിത്തിയിലിടിപ്പിച്ചും അതോടൊപ്പം തന്നെ ചുറ്റികയുടെ പിൻവശം, അതായത് നമ്മൾ കൈ പിടിക്കുന്ന ആ ഭാഗം, ചുറ്റികയുടെ ആ ഭാഗം വെച്ച് ഇടിച്ചുമായിരുന്നു പെൺകുട്ടിയെ ആദ്യഘട്ടം മുതലേ ഇയാൾ മർദ്ദിച്ചത്. അത് കൂടാതെ തന്നെ പിന്നീട് വലിയ രീതിയിൽ ഈ ശ്വാസം മുട്ടിക്കാനായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടായി. അതിനിടയിലാണ് പെൺകുട്ടി താൻ മരിക്കും എന്നുള്ള ഒരു രീതിയിലേക്ക് ഷോൾ സ്വന്തമായിട്ട് കഴുത്തിൽ മുറുക്കുന്നത്. ആ സമയത്ത് ഷോൾ ഇങ്ങനെ കുരുക്കുന്ന സമയത്ത് തന്നെ ഇയാൾ പോയി ചത്തൂടെ എന്നുള്ള ഒരു രീതിയിൽ ഒരു ആക്രോശം പ്രതിയുടെ ഉണ്ടായിരുന്നുവെന്നും പ്രതി തന്നെ പോലീസിന് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിക്രൂരമായിട്ടുള്ള മർദ്ദനം, അതോടൊപ്പം തന്നെ അന്ന് രാത്രി ഈ പ്രതി ഈ പെൺകുട്ടിയുടെ വീട്ടിൽ കടന്ന സമയത്ത് ലൈംഗിക ബന്ധത്തിന് പെൺകുട്ടിയെ നിർബന്ധിക്കുകയും ചെയ്തു. അത് വിസമ്മതിച്ചതോടു കൂടിയാണ് വലിയ രീതിയിലുള്ള ആക്രമണം പ്രതി പെൺകുട്ടിക്ക് നേരെ നടത്തിയത്. എന്തായാലും 6 ദിവസമായിട്ട് വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയായിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഈ അതിജീവിത ജീവന് വേണ്ടിയിട്ട് പൊരുതിയിരുന്നത്. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി മരണം സംഭവിക്കുകയായിരുന്നു. വലിയ രീതിയിലുള്ള ആന്തരികാവയവങ്ങൾക്കൊക്കെ തന്നെ ക്ഷതം ഏറ്റതായിട്ടാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. കഴിഞ്ഞ ദിവസം റിമാൻഡിലായിട്ടുള്ള പ്രതിയുമായിട്ട് പ്രസ്തുത വീട്ടിലെത്തി പോലീസ് തെളിവെടുപ്പ് അടക്കം നടത്തുകയും ഫോറൻസിക് സംഘം തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അതിക്രൂരമായിട്ടുള്ള ഒരു മർദ്ദനം ഈ പെൺകുട്ടിക്ക് പ്രതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. നിരന്തരം ഇയാൾ വലിയ പെൺകുട്ടിയെ മർദ്ദിച്ചിരുന്നുവെന്ന് ഈ കുട്ടിയുടെ അമ്മ തന്നെ മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം തന്നെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. കാരണം പല ദിവസങ്ങളിലും പെൺകുട്ടിയെ താൻ കാണുന്ന സമയത്ത് ചെവിയിൽ പാടുകളുണ്ട്, ശരീരത്തിൽ വിവിധ ഇടങ്ങളിൽ പാടുകളുണ്ട്, കണ്ണിന് പാടുകളുണ്ട്, ചതച്ച്, അതായത് ഒരാൾ ഇടിച്ചാലൊക്കെ ഉണ്ടാകുന്ന രക്തം കട്ടുപിടിച്ച് കിടക്കുന്ന പാടുകളുണ്ട്. ഇതൊക്കെ താൻ ചോദ്യം ചെയ്ത സമയത്തൊക്കെ തന്നെ ഇങ്ങനെ ഇയാൾ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെന്ന് തനിക്ക് മനസ്സിലായിരുന്നുവെന്നാണ് ഈ അതിജീവിതയുടെ അമ്മ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോടടക്കം പ്രതികരിച്ചത്. എന്തായാലും പോക്സോ കേസിലെ അതിജീവിതയ്ക്കാണ് വീണ്ടും ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായിട്ടുള്ള മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. അതിൽ പോലീസ് നിരന്തരം എന്തുകൊണ്ടാണ് ഒരു നിരീക്ഷണം അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു മോണിറ്ററിംഗ് സമിതിയുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായി എന്ന് വേണം അനുമാനിക്കാൻ. അത് മാത്രമല്ല നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഈ അനൂപിനെതിരെ പരാതി ഉയർന്നപ്പോൾ പോലും കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ പോലീസിനായില്ല. ഇയാൾ ഒരു ലഹരി കേസിലെ പ്രതി കൂടിയാണ്. പെൺകുട്ടിക്ക് ലഹരി നൽകിയിരുന്നുള്ളൊരു സംശയം കൂടി ഇക്കാര്യത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ട് മറ്റ് നടപടികൾ പൂർത്തീകരിക്കുവാൻ തന്നെയാണ് നീക്കം. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഇനി ആശുപത്രിയിൽ അടക്കം നടക്കേണ്ടതുണ്ട്. എന്തായാലും 6 ദിവസമായിട്ട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു പെൺകുട്ടി കഴിഞ്ഞിരുന്നത്. ആദ്യം താലൂക്ക് ആശുപത്രിയിൽ പോലീസും നാട്ടുകാരും ചേർന്നാണ് എത്തിച്ചത്. അതിനുശേഷം പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മാറ്റുകയായിരുന്നു. പെൺകുട്ടിയെ കണ്ടെത്തുന്ന സമയത്ത്, അതായത് ശനിയാഴ്ച 10 മണിയോടുകൂടി 10:15 പ്രതിയായിട്ടുള്ള അനൂപ് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത്. ആ സമയത്ത് തന്നെ, അതായത് കതക് തുറന്ന് അകത്തേക്ക്
ഏറെ സമയം മുതലേ മർദ്ദനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രതി തന്നെ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. പിന്നീട് പിറ്റേന്ന്, അതായത് ഞായറാഴ്ച പുലർച്ചെ 4 മണിയോടുകൂടി, ഞായറാഴ്ച പുലർച്ചെ തന്നെ ഈ പെൺകുട്ടി മരിച്ചു എന്ന് കരുതിക്കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു. അന്ന് വൈകുന്നേരം 4 മണിക്കാണ് നാട്ടുകാരിയായിട്ടുള്ള ഒരു യുവതി ഈ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയ സമയത്ത് ഈ പെൺകുട്ടി അവശ നിലയിൽ കിടക്കുന്നത് കണ്ടത്. തുടർന്നാണ് പോലീസിന് വിവരം അറിയിച്ചുകൊണ്ട് പോലീസും നാട്ടുകാരും ചേർന്നുകൊണ്ട് ആശുപത്രിയിലേക്ക് മാറ്റിയത്. പെൺകുട്ടിയുടെ കയ്യിലെ പരിക്കിൽ അതിൽ ഉറുമ്പരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ തലയ്ക്കും ഗുരുതരമായിട്ട് പരിക്കേറ്റിരുന്നു. എന്തായാലും അതിജീവിതയുടെ മരണം സംഭവിച്ചിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി തന്നെയാണ്. പോലീസ് ഇക്കാര്യത്തിൽ നിലവിൽ പറഞ്ഞിട്ടുള്ളത് കൊലക്കുറ്റം അടക്കം ചുമത്തിക്കൊണ്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ്. എന്തായാലും നേരത്തെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് തെളിവെടുപ്പ് അടക്കം നടത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നിലവിൽ പ്രതിയായിട്ടുള്ള അനൂപ് റിമാൻഡിൽ തുടരുകയാണ്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം ഇനി ആശുപത്രിയിൽ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളിലേക്കൊക്കെ തന്നെ പോവുക. അനിൽ നമ്പ്യാർ. രേഷ്മ, ഈ കേസിൽ കൂടുതൽ പ്രതികൾ വരാനുള്ള സാധ്യതയുണ്ടോ? അനിൽ നമ്പ്യാർ, നേരത്തെ ചില ഒരു അനുമാനങ്ങൾ അല്ലെങ്കിൽ ഒരു സംശയങ്ങൾ ഉണ്ടായിരുന്നത് ഈ അനൂപ് നിരന്തരം പെൺകുട്ടിയെ മർദ്ദിച്ചിരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് പെൺകുട്ടിക്ക് മറ്റ് സുഹൃത്തുക്കളുമായിട്ട് പെൺകുട്ടി മിണ്ടുന്നതിനോട് അനൂപിന് യോജിപ്പില്ലായിരുന്നു. അന്നേ ദിവസം മറ്റാരെങ്കിലും അവിടേക്ക് എത്തിയിരുന്നോ എന്നുള്ള കാര്യത്തിലും അന്വേഷണം നടക്കേണ്ടതുണ്ട്. കാരണം നാട്ടുകാർ പറയുന്നത് പല ദിവസങ്ങളിലും ആ വീട്ടിൽ പലരും വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അനൂപിനെ കൂടാതെ തന്നെ മറ്റു പലരെയും കണ്ട ദിവസങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ അനൂപിനെ കൂടാതെ മറ്റാരെങ്കിലും ഈ ഒരു മർദ്ദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പെൺകുട്ടി ഉപദ്രവിക്കുന്ന സമയത്ത് അതിന്റെ കൂട്ടുപ്രതികളായിട്ട് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ പോലീസ് ഒരു കൃത്യമായിട്ടുള്ള നിഗമനത്തിലേക്കോ അല്ലെങ്കിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുമില്ല. എന്തായാലും നിലവിൽ അനൂപിനെ പ്രതി ചേർത്തുകൊണ്ടാണ് കേസ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതിനിടയിൽ തന്നെയാണ് അതിജീവിതയുടെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും കൊലക്കുറ്റം അടക്കം വകുപ്പ് ചുമത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കായിരിക്കും ഇനി പോലീസ് കടക്കുക. മാത്രവുമല്ല, ഈ ഒരു കേസിൽ, അതായത് പോക്സോ കേസിലെ അതിജീവിത തന്നെ വീണ്ടും ഒരു ക്രൂരമായിട്ടുള്ള ലൈംഗിക അതിക്രമം, അതോടൊപ്പം തന്നെ മർദ്ദനത്തിന് ഇരയായ ഒരു സാഹചര്യം, അത് ഏറെ ഗൗരവമായിട്ട് കാണേണ്ടതാണ്. എവിടെയാണ് വീഴ്ച പറ്റിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികൃതരുടെ ഭാഗത്തു നിന്നുമൊക്കെ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട്. കാര്യമായിട്ടുള്ള ഇടപെടലുകൾ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. എന്തായാലും അമ്മ തന്നെ നേരത്തെ പറഞ്ഞൊരു സാഹചര്യമുണ്ട്, നിരന്തരം പെൺകുട്ടിയെ അനൂപ് മർദ്ദിക്കുമായിരുന്നു എന്നുള്ളത്. ഇവർ ഈ സമൂഹ മാധ്യമം വഴിയാണ് ഈ പെൺകുട്ടിയും അനൂപും അടുപ്പത്തിലാകുന്നത്. പിന്നീട് അവർ ഈ പെൺകുട്ടി ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. അമ്മ മറ്റൊരു സ്ഥലത്തും ചെറിയ ഒരു ചേർച്ചയില്ലായ്മ അമ്മയും മകളും തമ്മിൽ ഉണ്ടായിരുന്നു. അമ്മ മറ്റൊരിടത്തും മകൾ ഒറ്റയ്ക്ക് ചോറ്റാനിക്കരയിലുമായിരുന്നു താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ യുവതി താമസിക്കുന്നിടത്ത് നിരന്തരം ഈ അനൂപ് എത്തുമായിരുന്നു. എത്തുന്ന സമയത്തൊക്കെ തന്നെ മർദ്ദിക്കുമായിരുന്നു എന്നുള്ള ഒരു വിവരം കൂടി കഴിഞ്ഞ ദിവസം പോലീസിന് ലഭ്യമായിരുന്നു. കാരണം അമ്മ തന്നെ അത് പറഞ്ഞിരുന്നു. പലപ്പോഴും അടുത്ത നടപടി എന്താണ്? നമ്പ്യാർ, പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളാണ് ഇനി പൂർത്തിയാക്കുവാനായിട്ടുള്ളത്. ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുമെന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും മറ്റ് സംസ്കാര ചടങ്ങുകളിലേക്കും മറ്റും കടക്കുക. എന്തായാലും കഴിഞ്ഞ 6 ദിവസമായിട്ട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ആദ്യഘട്ടം മുതലേ മരുന്നുകളോട് പ്രതികരിച്ചിരുന്നില്ല. അത് വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളി ഉയർത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം നില കൂടുതൽ വഷളാവുകയും ചെയ്തിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോട് കൂടിയായിരുന്നു പെൺകുട്ടി ജീവൻ നിലനിർത്തിയിരുന്നത്. 2 മണിയോട് കൂടി അന്ത്യം സംഭവിക്കുകയായിരുന്നു. എന്തായാലും നിലവിൽ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ഇന്ന് തന്നെ പൂർത്തിയാക്കിക്കൊണ്ട് സംസ്കാര ചടങ്ങുകളിലേക്കും കടക്കും. സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചുള്ള സമയക്രമമൊന്നും വ്യക്തമായിട്ടില്ല. എന്തായാലും പോസ്റ്റ്മോർട്ടം ഇന്ന് നടത്താനുള്ള ഒരു ശ്രമം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കൊലക്കുറ്റം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് പ്രതിക്കെതിരെ കൂടുതൽ അന്വേഷണം നടത്തുവാനായിട്ടുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള, അതായത് പെൺകുട്ടി ക്രൂരമായിട്ട് മർദ്ദനത്തിനിരയായി, അതോടൊപ്പം തന്നെ പോക്സോ കേസിലെ ഒരു അതിജീവിതയ്ക്കാണ് വീണ്ടും ഒരു ദാരുണ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ഇതൊക്കെ തന്നെ ഒരു സ്വാഭാവികമായിട്ടും ഒരു പുനർവിചിന്തനത്തിന് പാത്രമാക്കേണ്ടതാണ്. എന്തായാലും നിലവിൽ ആശുപത്രിയിലാണ് മൃതദേഹമുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാനുണ്ട്. അതിനുശേഷം മറ്റ് നിയമ നടപടികളിലേക്കും കടക്കും. ആശുപത്രിയിൽ ആരാണ് ഈ കുട്ടിയോടൊപ്പം ഉള്ളത്? ആശുപത്രിയിലേക്ക് ജനപ്രതിനിധികൾ എത്തിയിട്ടുണ്ടോ?
നമ്പ്യാർ, നിലവിൽ ജനപ്രതിനിധികളൊന്നും തന്നെ എത്തിയിട്ടില്ല. എന്തായാലും ബന്ധുക്കളടക്കമുള്ള ആളുകൾ, പോലീസ് അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ആശുപത്രിയിലുണ്ട്. നമുക്ക് അവിടെ എത്തിച്ചേർന്നതിന് ശേഷം മറ്റ് കാര്യങ്ങളെക്കുറിച്ചും വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം ഉടൻ തന്നെ നടത്തുവാനായിട്ടുള്ള ഒരു നീക്കത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. അതിനുശേഷം മറ്റ് കാര്യങ്ങൾ വ്യക്തമാക്കുമെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും അറിയിച്ചിട്ടുണ്ട്. നമ്പ്യാർ. യെസ്, ചോറ്റാനിക്കരയിൽ പീഡനത്തിന് ഇരയായ പോക്സോ കേസ് അതിജീവിത മരണപ്പെട്ടിരിക്കുന്നു. മരണം കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെ ആൺ സുഹൃത്തിൽ നിന്നും ഈ പെൺകുട്ടി നേരിട്ടത് കൊടിയ പീഡനങ്ങൾ ആണ്. ജിജീഷ് കരുണാകരനും രേഷ്മയുമാണ് വിവരങ്ങൾ നൽകിയത്.